ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, കാലവും കാഴ്ചകളും മാറ്റത്തിന് വിധേയപ്പെടുമ്പോഴും ഇന്നിൻ്റെ കാഴ്ചകളെ ഇന്നിൻ്റെ പ്രസക്തിയിലേക്ക് കൊണ്ടുവന്ന പഴയകാല സംഭവങ്ങളെയും വ്യക്തികളെയും പഴയകാല വിനോദങ്ങളെയും ഒക്കെ അന്നത്തെ കാലത്തെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണല്ലോ സമയം സാക്ഷി. അത്തരത്തിൽ സമയത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദൃശ്യം ഇങ്ങനെ തെളിഞ്ഞു വരും. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു വിളക്കുമായി രോഗികളുടെ അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുന്ന ഒരു സ്ത്രീ. വേദനയുടെയും മരണത്തിൻ്റെയും ഭീതി നിറഞ്ഞ യുദ്ധക്കളത്തിൽ ഒരു വെളിച്ചമായി മാറിയ ആ വനിത ആധുനിക നഴ്സിംഗിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നമ്മളിന്ന് സംസാരിക്കുന്നത് വെറുമൊരു വിളക്കേന്തിയ വനിതയെക്കുറിച്ചല്ല, മറിച്ച് ഒരു വിളക്കുകൊണ്ട് ഇരുൾ നിറഞ്ഞ ഒരു ലോകത്തേക്ക് പ്രത്യാശയുടെ പ്രകാശം കൊണ്ടുവന്ന ഒരു വനിതയെക്കുറിച്ചാണ്. സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സമൂഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും വെല്ലുവിളിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന ഉന്നതമായ ലക്ഷ്യത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു ധീര വനിതയുടെ കഥയാണ്. അവരുടെ ജീവിതം, ക്രിമിയൻ യുദ്ധകളത്തിലെ അവരുടെ ധീരമായ പ്രവർത്തനങ്ങൾ, ആധുനിക നഴ്സിംഗ് എന്ന ഒരു പുതിയ തൊഴിലിന് അവർ നൽകിയ സംഭാവനകൾ, നമുക്ക് ആ മഹത്തായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഒരു യാത്ര ആരംഭിക്കാം. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് 1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചതുപോലും. ഫ്ലോറൻസും അവരുടെ സഹോദരി പർത്തനോപ്പും സമ്പന്നവും ഉന്നത കുലജാതരുമായ ബ്രിട്ടീഷ് കുടുംബത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്ത് സാമൂഹിക നിയമങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസം നേടിയ ശേഷം ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ഒരു വീട്ടമ്മയായി കുടുംബം നോക്കി ജീവിക്കുക എന്നതായിരുന്നു ഫ്ലോറൻസിൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം. അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകൾ, ചരിത്രം, തത്വശാസ്ത്രം, ഗണിതം എന്നിവയെല്ലാം അവർ പഠിച്ചു. എന്നാൽ ഫ്ലോറൻസിൻ്റെ മനസ്സ് സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴി തേടുകയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സമൂഹത്തിലെ പാവപ്പെട്ടവരോടും രോഗികളോടും വല്ലാത്ത സഹാനുഭൂതി ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലെ ജോലിക്കാർക്ക് അസുഖം വന്നാൽ അവരെ പരിചരിക്കുന്നതിലും അയൽപ്പക്കങ്ങളിലെ ദാരിദ്ര്യങ്ങളിൽ സഹായിക്കുന്നതിലും വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നു. 1837 തൻ്റെ 17ാമത്തെ വയസ്സിൽ തനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു വിളിയുണ്ടായി എന്ന് ഫ്ലോറൻസ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുക എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമാണ് എന്ന് അവർ ആ സമയം മനസ്സിലാക്കി. എന്നാൽ ഈ ആഗ്രഹം അവരുടെ കുടുംബത്തിന് അംഗീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. നേഴ്സിംഗ് എന്ന തൊഴിൽ വാസ്തവത്തിൽ അക്കാലത്ത് വളരെ താഴ്ന്ന നിലയിലായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അവരുടെ മാതാപിതാക്കൾ ആ ആഗ്രഹത്തെ ശക്തമായി എതിർത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. നേഴ്സുമാരെ അക്കാലത്ത് മോശമായി കരുതിയിരുന്നു. കാരണം അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കൂടാതെ അവർ മദ്യപാനികളും വൃത്തിയില്ലാത്തവരുമായിരുന്നു എന്നൊക്കെയാണ് പൊതുവെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. സമ്പന്നരായ സ്ത്രീകൾക്ക്
ഈ തൊഴിൽ ചേർന്നതല്ല എന്ന് അവരുടെ കുടുംബം പറഞ്ഞു. അവരുടെ ഒരു സുഹൃത്ത് ഫ്ലോറൻസിനോട് പറഞ്ഞു, ഒരു സ്ത്രീക്ക് നല്ലൊരു വിവാഹമാണ് ഏറ്റവും വലിയ നേട്ടം. രോഗികളെ ശുശ്രൂഷിക്കുന്നതും മറ്റും പുരുഷന്മാരുടെ ജോലിയാണ്. ഇത് കേട്ടിട്ടും ഫ്ലോറൻസ് തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. രഹസ്യമായി അവർ ആശുപത്രികളെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ചും പഠിച്ചു. പലപ്പോഴും അവർ ആശുപത്രികൾ സന്ദർശിച്ച് അവിടെയുള്ള അവസ്ഥകൾ മനസ്സിലാക്കി. വർഷങ്ങളോളം നീണ്ട കുടുംബത്തിൻ്റെ എതിർപ്പുകൾക്കൊടുവിൽ 1851 ഫ്ലോറൻസ് ജർമ്മനിയിലെ കൈസർസോർത്തിലുള്ള ഒരു പ്രശസ്തമായ പ്രൊട്ടസ്റ്റൻ്റ് സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. 3 മാസത്തോളം അവിടെ പഠിച്ചു. അവിടെ വച്ച് അവർക്ക് ആദ്യമായി നഴ്സിംഗ് ഒരു ശാസ്ത്രമാണെന്നും അത് ഒരു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കാര്യമാണ് എന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം 1853 ലണ്ടനിലെ ഒരാശുപത്രിയിൽ അവർക്ക് ആദ്യമായി നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ലഭിച്ചു. ഇത് ഒരു കൊച്ചു തുടക്കം മാത്രമായിരുന്നു. ചരിത്രം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധം അവരെ കാത്തിരിക്കുകയായിരുന്നു. ക്രിമിയൻ യുദ്ധം. 1853 ക്രിമിയൻ യുദ്ധം ആരംഭിച്ചു. അതായത് ബ്രിട്ടനും ഫ്രാൻസും തുർക്കിയും ഒരു ഭാഗത്തും റഷ്യ മറുഭാഗത്തുമുണ്ടായിരുന്ന യുദ്ധം. ആ യുദ്ധം അതിക്രൂരമായിരുന്നു എന്നാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സൈനികർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റത് കൊണ്ടായിരുന്നില്ല കൂടുതൽ ആളുകൾ മരിച്ചിരുന്നത്. മറിച്ച് മോശം ശുചിത്വം കാരണം ആശുപത്രികളിൽ പടർന്നു പിടിച്ച രോഗങ്ങളാലായിരുന്നു യുദ്ധമുഖത്തെ സൈനികർ പലരും മരണപ്പെട്ടത്. യുദ്ധമുഖത്തെ സൈനികരുടെ ദുരിതങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതിയപ്പോൾ ബ്രിട്ടീഷ് പൊതുജനം ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. അക്കാലത്തെ യുദ്ധകാര്യ സെക്രട്ടറി ആയിരുന്ന സിഡ്നി ഹെർബർട്ട് ഫ്ലോറൻസിനെ സമീപിച്ചു. സൈനിക ആശുപത്രികളുടെ ചുമതല ഏറ്റെടുക്കുവാൻ അദ്ദേഹം ഫ്ലോറൻസിനോട് അഭ്യർത്ഥിച്ചു. ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം സൈനിക രംഗത്ത് സ്ത്രീകളെ നഴ്സുമാരായി നിയമിക്കുന്നത് അതുവരെയും ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു. 1854 നവംബറിൽ ഫ്ലോറൻസ് നൈറ്റിംഗേളും 38 സന്നദ്ധ നഴ്സുമാരും തുർക്കിയിലെ സ്കൂട്ടാരിയിലുള്ള സൈനിക ആശുപത്രിയിൽ എത്തി. ഫ്ലോറൻസ് നൈറ്റിംഗേളും 38 സന്നദ്ധ നഴ്സുമാരും. അവർ അവിടെ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ആശുപത്രി കെട്ടിടം വളരെ വൃത്തിഹീനമായിരുന്നു. രോഗികളുടെ കിടക്കകൾ തമ്മിൽ അടുത്തടുത്തായിട്ടിരിക്കുകയാണ്. എവിടെയും അഴുക്കും എലികളും പുഴുക്കളും നിറഞ്ഞിരിക്കുന്നൊരു കാഴ്ച. ആവശ്യത്തിന് ശുദ്ധജലമില്ല, മരുന്നുകളില്ല. ഇനി രോഗികളുടെ അവസ്ഥയോ? രോഗികൾക്ക് ശുചിയായിട്ടുള്ള വസ്ത്രങ്ങളില്ല, ബെഡ്ഷീറ്റുകളും ഉണ്ടായിരുന്നില്ല. പലരും നിലത്ത് കിടക്കുന്നു. കൂടാതെ ശരിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് പോഷകാഹാരക്കുറവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണനിരക്ക് എടുത്തു പറയേണ്ടതാണ്. വെറും 2.2% സൈനികരാണ് യുദ്ധത്തിൽ മരിച്ചത്. എന്നാൽ ബാക്കിയുള്ള സൈനികരിൽ 42% പേര് മരിച്ചത് ആശുപത്രിയിലെ മോശം അവസ്ഥ കാരണം. കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളും പിടിപെട്ട് ആശുപത്രി കിടക്കയിൽ പലരും മരിച്ചു. ഈ ഭീകരമായ അവസ്ഥ കണ്ട ഫ്ലോറൻസ് നൈറ്റിംഗേൾ ഉടൻ തന്നെ നടപടികൾ ആരംഭിച്ചു. ആദ്യം അവരെ സൈനിക ഉദ്യോഗസ്ഥർ എതിർത്തു. പക്ഷേ ഫ്ലോറൻസ് പിന്മാറിയില്ല. ശുചീകരണ യജ്ഞം ആരംഭിച്ചു. അവർ സ്വന്തം പണം ഉപയോഗിച്ചും സൈനികരുടെ ഭാര്യമാരെയും ചേർത്ത് ആശുപത്രി മുഴുവൻ വൃത്തിയാക്കി. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. അവിടുത്തെ ആളുകളെയൊക്കെ നീക്കം ചെയ്ത് വായു സഞ്ചാരത്തിന് വഴിയൊരുക്കി.
സാമഗ്രികളുടെ ലഭ്യത അവർ വല്ലാതെ അസ്വസ്ഥയാക്കി. അവർ ബ്രിട്ടനിലേക്ക് കത്തെഴുതി. പുതിയ വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ശുചീകരണ വസ്ത്രങ്ങൾ എന്നിവ ഉടനടി അവിടെ എത്തി. രോഗീ പരിചരണം, രോഗികളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് കൃത്യമായ ശുശ്രൂഷ ഓരോരുത്തർക്കും ഉറപ്പാക്കി. ഓരോ രോഗിക്കും വേണ്ട ശ്രദ്ധ ലഭിക്കുന്നു എന്ന് അവർ നേരിട്ട് ഉറപ്പുവരുത്തി. ഈ മാറ്റങ്ങൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. മാസങ്ങൾക്കകം മരണനിരക്ക് 42% നിന്ന് വെറും 2% കുറഞ്ഞു. ഈ വലിയ വിജയം ഫ്ലോറൻസിനെ ഒരു ദേശീയ നായികയാക്കി മാറ്റി. രാത്രികാലങ്ങളിൽ കയ്യിൽ ഒരു വിളക്കുമായി അവർ ആശുപത്രി മുഴുവൻ നടന്ന് ഓരോ രോഗിയുടെയും അടുക്കൽ പോകുമായിരുന്നു. ഈ കാഴ്ച കണ്ട് ആവേശഭരിതരായ സൈനികരാണ് അവർക്ക് വിളക്കേന്തിയ വനിത, എ ലേഡി വിത്ത് ദ ലാംപ് എന്ന സ്നേഹപൂർവമുള്ള വിളി സമ്മാനിച്ചത്. ക്രിമിയൻ യുദ്ധത്തിന് ശേഷം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി. ഇതിനോടകം അവർ ഒരു ദേശീയ നായികയായി മാറിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. എങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച അസുഖങ്ങൾ കാരണം വല്ലാത്ത രോഗാവസ്ഥയിലാണ് വീട്ടിലെത്തിയത്. ആ രോഗം കാരണം വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതയായി. എങ്കിലും വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ ഫ്ലോറൻസ് തൻ്റെ പ്രവർത്തനം തുടർന്നു. ഒരു കമ്പ്യൂട്ടറുമില്ലാത്ത ആ കാലത്ത് ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ഫ്ലോറൻസിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. യുദ്ധഭൂമിയിൽ നിന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, നഴ്സിംഗ് ഒരു തൊഴിലായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നായിരുന്നു. അതിനാൽ ജനങ്ങൾ അവർക്ക് നൽകിയ സംഭാവനകൾ ഉപയോഗിച്ച് 1860 ലണ്ടനിലെ സെൻറ് തോമസ് ആശുപത്രിയിൽ നൈറ്റിംഗേൽ ട്രെയിനിങ് സ്കൂൾ ഓഫ് നഴ്സസ് എന്ന പേരിൽ ഒരു നഴ്സിംഗ് സ്കൂൾ ഫ്ലോറൻസ് സ്ഥാപിച്ചു. ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ നഴ്സിംഗ് സ്കൂളായിരുന്നു. ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഴ്സിംഗ് എന്ന തൊഴിലിന് പുതിയ ഒരു മാന്യതയും പ്രൊഫഷണലിസവും നൽകി. നഴ്സിംഗ് എന്നത് വെറുമൊരു സേവനമല്ല, മറിച്ച് അറിവും പരിശീലനവും പരിചയസമ്പത്തും ആവശ്യമായ ഒരു ശാസ്ത്രശാഖയാണ് എന്ന് അവർ വാദിക്കുകയും തെളിയിക്കുകയും ചെയ്തു. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്നൊരു പുസ്തകം ഫ്ലോറൻസ് എഴുതി. ശുചിത്വം, വായുസഞ്ചാരം, ഭക്ഷണം എന്നിവ എങ്ങനെയാണ് രോഗിയുടെ രോഗശാന്തിയെ സ്വാധീനിക്കുന്നു എന്നും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് എന്നും ലളിതമായ ഭാഷയിൽ അവർ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ഇന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഒരു അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ വെറും ഒരു നഴ്സ് മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു പ്രഗത്ഭയായ സ്റ്റാറ്റിസ്റ്റീഷ്യനും കൂടിയായിരുന്നു. യുദ്ധഭൂമിയിൽ സൈനികർ മരിച്ചതിൻ്റെ കണക്കുകൾ ഉപയോഗിച്ച് അവർ ചില ഡയഗ്രമുകൾ ഉണ്ടാക്കി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പോളാർ ഏരിയ ഡയഗ്രം എന്നറിയപ്പെടുന്നു. അതായത് വൃത്താകൃതിയിലുള്ള ഈ ഡയഗ്രമിൽ യുദ്ധത്തിൽ പരിക്കേറ്റ് മരിച്ചവരെക്കാൾ കൂടുതൽ പേർ ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മ കാരണം രോഗം വന്ന് മരിച്ചു എന്ന് അവർ തെളിയിച്ചു. ഈ ഡാറ്റ ഉപയോഗിച്ച് ഫ്ലോറൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് പൊതുജനാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ നൽകാൻ ഒരു പ്രചോദനമായി മാറി. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജീവിച്ചിരുന്ന കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്രവും ഒരുപാട് മുന്നോട്ട് പോയി. എന്നിട്ടും ഫ്ലോറൻസിൻ്റെ തത്വങ്ങളും കാഴ്ചപ്പാടുകളും
ഇന്നും പ്രസക്തമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ. നൈറ്റിംഗേൾ നേഴ്സിംഗിൽ ശാസ്ത്രീയമായ സമീപനം കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തിയാണ്. അവർ യുദ്ധഭൂമിയിൽ മരണനിരക്ക് കുറച്ചെടുത്തത് വെറും പരിചരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഡാറ്റ ശേഖരിച്ചും രോഗികൾ മരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്തും കൊണ്ടാണ്. ഈ സമീപനത്തെയാണ് ഇന്ന് നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇന്ന് ഒരു ഡോക്ടറോ നഴ്സോ ഒരു ചികിത്സ നൽകുമ്പോൾ അതിന് പിന്നിൽ ശാസ്ത്രീയമായ തെളിവുകളും പഠനങ്ങളും ഉണ്ടാകും. ഈ ചിന്താഗതിയുടെ തുടക്കം നൈറ്റിംഗേൽ നിന്നാണ് ഉണ്ടായത്. പൊതുജനാരോഗ്യത്തിലെ പ്രാധാന്യം ഫ്ലോറൻസ് നൈറ്റിംഗേൽ വെറും ഒരു ആശുപത്രിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. അവരുടെ പഠനങ്ങൾ നഗരങ്ങളിലെ ശുചിത്വം മെച്ചപ്പെടുത്താനും അഴുക്കുചാൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനും ശുദ്ധജലം എല്ലാവർക്കും ലഭ്യമാക്കാനും സർക്കാരുകളെ പ്രേരിപ്പിച്ചു. ഇന്ന് ലോകാരോഗ്യ സംഘടന പോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഫ്ലോറൻസ് നൈറ്റിംഗേൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ് ലോകത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ദൈവവിളിയെക്കുറിച്ചാണ്. ദൈവവിളിയുടെ മഹത്വം. ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദൈവവിളിയുടെ പ്രാധാന്യമാണ്. സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും സമൂഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും അവർ തള്ളിപ്പറഞ്ഞ് തനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു വിളി ലഭിച്ചു എന്ന് വിശ്വസിച്ചതുകൊണ്ട് ആ വിളി കേട്ട് താൻ നയിക്കപ്പെടേണ്ടത് രോഗികളുടെ അടുക്കിലേക്കാണ് എന്നും അവർ മനസ്സിലാക്കി. ഈ ദൈവവിളി അവരെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിച്ചു. ഇന്ന് പലപ്പോഴും നാം ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിട്ടല്ലേ? എന്നാൽ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യം പണത്തേക്കാൾ ഉപരിയായി മനുഷ്യരെ സേവിക്കുക എന്നതാണ് എന്നാണ്. അതാണ് ഈ ദൈവവിളി നമ്മെ പഠിപ്പിക്കുന്നത്. നൈറ്റിംഗേലിൻ്റെ മനുഷ്യത്വപരമായ സമീപനം നമ്മൾ എടുത്തു പറയണം. അവരുടെ ഏറ്റവും വലിയ സന്ദേശം പോലും മനുഷ്യത്വപരമായ സമീപനമാണ്. ഒരു രോഗിയെ വെറും ഒരു കേസായി കാണാതെ അവരുടെ വേദനയും ഭയവും മനസ്സിലാക്കി, അവരുടെ ആശങ്കകളും അസ്വസ്ഥതകളും മനസ്സിലാക്കി സ്നേഹത്തോടെയും അനുകമ്പയോടെയും ശുശ്രൂഷിക്കുക എന്നതായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ആശയവും ആദർശവും. ഇന്ന് സാങ്കേതികവിദ്യ വളരുമ്പോൾ യന്ത്രങ്ങൾക്കും മരുന്നുകൾക്കും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്: ഒരു നഴ്സിൻ്റെ സ്നേഹത്തോടെയുള്ള സ്പർശനവും ആശ്വാസവാക്കുകളും. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് എത്ര മുന്നോട്ട് പോയാലും ആ മാനുഷിക മൂല്യം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ഒരു രോഗിയുടെ സൗഖ്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഒരു പഴയകാല കഥാപാത്രമല്ല, മറിച്ച് ഇന്നും നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യരംഗത്തും ജീവിക്കുന്ന ഒരു വെളിച്ചമാണ്. 1910 ഓഗസ്റ്റ് 13 തൻ്റെ 90-ാമത്തെ വയസ്സിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ഓർമ്മയ്ക്കായി ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമായ മെയ് 12 ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നൈറ്റിംഗേൽ വെറുമൊരു കണ്ടുപിടുത്തക്കാരി ആയിരുന്നില്ല, മറിച്ച് ഒരു ധീരയായ വനിതയായിരുന്നു. കാരണം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിനായി ജീവിതം സമർപ്പിക്കുവാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങളെയും പഴഞ്ചൻ ചിന്തകളെയും ചോദ്യം ചെയ്യുവാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എൻ്റെ കഴിവിൻ്റെയും ബുദ്ധിയുടെയും ഫലമല്ല,
മറിച്ച് എൻ്റെ മനസ്സിൻ്റെ നന്മയുടെയും എൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും ഫലമാണ് എന്ന് അവർ എപ്പോഴും പറയാറുണ്ടായിരുന്നത്രേ. ക്രിമിയൻ യുദ്ധഭൂമിയിലെ ആ ഇരുണ്ട രാത്രികളിൽ ഒരു വിളക്കുമായി അവർ രോഗികളുടെ അടുത്ത് പോകുമ്പോൾ അവർ നേഴ്സ് മാത്രമായിരുന്നില്ല, മറിച്ച് രോഗികളുടെ വേദനകൾക്ക് സാന്ത്വനം നൽകുവാൻ വന്ന ഒരു മാലാഖയായിരുന്നു. ഇന്ന് ലോകത്ത് നാം കാണുന്ന എല്ലാ ആശുപത്രികളും അവിടുത്തെ നേഴ്സുമാരുടെ സേവനങ്ങളും ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന ആ വിളക്കേന്തിയ വനിതയുടെ വലിയ സ്വപ്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. പലപ്പോഴും നേഴ്സുമാരെ മാലാഖമാരെന്ന് വിളിക്കുന്നുവെങ്കിൽ ആ വിളിയുടെ അർഹത അവർക്ക് ലഭിച്ചതുപോലും ആ വിളക്കേന്തിയ വനിതയുടെ ജീവിതത്തിൻ്റെ പ്രകാശത്തിൽ തന്നെയാണ്. ഒരുപാട് തലമുറകൾക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മികച്ച ഒരു സാക്ഷ്യപ്പെടുത്തലുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.